സംസ്ഥാന ബജറ്റിൻ്റെ അവസാനവട്ട മിനുക്കുപണികളിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ക്ഷേമം മുൻനിർത്തിയുള്ള ഒരു ബജറ്റിനായിരിക്കും ധനമന്ത്രി തയ്യാറെടുക്കുന്നതെന്ന് കരുതാം. നമുക്ക് ധനമന്ത്രിയോട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചോദിക്കാം. കേന്ദ്രം കനിഞ്ഞില്ല, അതുകൊണ്ട് പണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഇത്തവണയും പ്ലാൻ ബി വേണ്ടി വരുമോ? അല്ല, നമ്മളെല്ലാ തവണയും എടുക്കുന്ന സമീപനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പരമാവധി ജീവിത സൗകര്യങ്ങൾ, തൊഴിലവസരങ്ങൾ, കൂടുതൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനം, കൂടുതൽ തൊഴിലവസരങ്ങൾ, പുതിയ തലമുറ വ്യവസായങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ പശ്ചാത്തലം വേണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വലിയ പരിഗണന കിട്ടുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇതെപ്പോഴും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ നമുക്ക് അർഹമായി ലഭിക്കേണ്ടതിൻ്റെ പങ്കിൻ്റെ ഒരു ഭാഗം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കേരളം പിന്നോക്കമല്ലെന്നാണ് കേന്ദ്രമന്ത്രി. അതാണിപ്പോൾ നമുക്ക് വന്നേക്കുന്നത്. നിങ്ങൾ നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവന്മാർക്കൊക്കെ ആരോഗ്യം ഉണ്ടാവുന്നവരെ നിനക്ക് ഒരു മാസത്തേക്ക് ഭക്ഷണം തരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണല്ലോ. ബിക്കോസ് നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾ പെർഫോം ചെയ്യുന്നു, അപ്പുറത്ത് കുറേ പേര് പെർഫോം ചെയ്യുന്നില്ല. ഓക്കെ, അവരെ സപ്പോർട്ട് ചെയ്യണം, അതാണല്ലോ ഇക്വിറ്റി. അതിന് നമ്മൾ അനുകൂലം തന്നെയാണ്. പക്ഷേ പെർഫോമൻസിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് പോകേണ്ടത്. ഇവിടെ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾ മെച്ചപ്പെട്ട തരത്തിലേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എല്ലായിടത്തും കൂടി വരുന്നതാണ്. ഇത് തെറ്റായൊരു കാര്യമാണ്. കേന്ദ്രമന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടി അങ്ങ് പുറകോട്ട് പോയാൽ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്ന പോലെയാണ്. എന്തായിരിക്കും ഇത്തവണ നമ്മൾ ഊന്നുക? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. സ്വാഭാവികമായും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നേണ്ടി വരും. നമ്മളാണെങ്കിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികളിലായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ കുടിശ്ശിക കുറച്ച് കൊടുത്തു തീർക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇത്തവണത്തെ അതിൽ ഊന്നൽ? നമ്മൾ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന കാര്യം ഏറ്റവും നന്നായി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് വാചോടാവുമല്ല, കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ട ഒരു സാഹചര്യത്തിലേ അല്ല തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞപ്പോൾ നമ്മളോട് കേന്ദ്ര ഗവൺമെൻറ് സമയം ഉണ്ടായത്. 50,000 കോടിയിലധികമാണ് ഒരു വർഷം വെട്ടിക്കുറവുണ്ടായത്. ക്ഷേമ പെൻഷന് വേണ്ടി വരുന്നത് നിലവിലുള്ളത് കൊടുക്കാൻ 10,000-11,000 കോടിയാണ് കൊടുക്കേണ്ടി വരുന്നത്. എന്നാൽ 50,000 കോടി വെട്ടിക്കുറവുണ്ടായി. നമ്മൾ ഈ വെട്ടിക്കുറവുണ്ടായ സമയത്താണ് ശമ്പള പരിഷ്കരണം 20,000 കോടിയിലധികം ഒരു വർഷം. പഴയ DA കുടിശ്ശികയുടെ എല്ലാം കൂടി നമ്മുടെ PF ക്രെഡിറ്റ് ചെയ്തത് മാത്രം 19,000 കോടിയാണ്. ഇങ്ങനെയുള്ള ബാധ്യതകളെല്ലാം നമ്മൾ ഏറ്റെടുത്തു. ക്ഷേമ പെൻഷനാണെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന വർഷക്കാലം അന്ന് അനൗൺസ് ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഒരു 400 രൂപയോളം വർദ്ധിപ്പിച്ചത്. അതിൻ്റെ ഇതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. ഈ വെട്ടിക്കുറവ് വന്നു. അവിടെയാണ് നിൽക്കുന്നിടത്ത് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് നമ്മളെ വല്ലാതെ ശ്വാസം പൊട്ടിച്ചു. അതിപ്പോഴും പ്രകടമാണല്ലോ. ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ കണക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ ആ പത്രസമ്മേളനത്തിൽ നിങ്ങൾക്കെല്ലാം വ്യക്തമാകുന്നൊരു കണക്ക് ഞാൻ പറഞ്ഞു. ഈ വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ പറയുന്നു, ആദ്യത്തെ ആമുഖത്തിൽ പറയുന്നു, ഈ വർഷം 5 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് അധികമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 5 ലക്ഷം കോടി രൂപയുടെ 3% എടുത്താൽ കേരളത്തിന് 15,000 കോടി രൂപ കിട്ടണം. ജനസംഖ്യ ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ അതിനടുത്ത് കിട്ടണം. പക്ഷേ കേരളത്തിന് 4,000 കോടിയിലധികം ആ ബഡ്ജറ്റിൻ്റെ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. 4,000 5,000-ത്തിനപ്പുറം ഒന്നുമില്ലല്ലോ. സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെ നേരിട്ടുകൊണ്ട് നമ്മൾ നിലനിൽക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രധാന പ്രശ്നമായിരുന്നു. എല്ലായിടത്തും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇപ്പം പീഡിത വ്യവസായം എന്ന് പണ്ട് പറയുന്ന പല മേഖലയ്ക്ക് ഉൾപ്പെടെ സപ്പോർട്ടുകൾ കൊടുക്കണം. ആരോഗ്യരംഗത്ത് 570 കോടിയാണ് കാരുണ്യക്ക് വെക്കുന്നത്. 1000 കോടിയിലും 1,500 കോടിയിലേക്കും പലപ്പോഴും എക്സ്പെൻസ് പോകും. ഇതെല്ലാം കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു കാര്യം ഞാൻ പറയാം. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ മാത്രം കണക്കെടുത്താൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 18 മാസക്കാലം കുടിശ്ശിക കൊടുത്തിരുന്നില്ല, പെൻഷൻ കൊടുത്തിരുന്നില്ല. ആ സമയത്ത് അവർ ചിലവാക്കിയത് 10,000 കോടിയാണ്. ഞാൻ പറയുന്നത് തൊട്ടും മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാരിന് തൊട്ടും മുമ്പുള്ള കാര്യം. ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ 5 വർഷം കൊണ്ട് 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക കൊടുത്തത് നാം ഈ വർധനയെല്ലാം വരുത്തി കൊടുത്തത് 35,000 കോടി രൂപ കൊടുക്കേണ്ടി വന്നു. 10,000-ന് പകരം 35,000 കോടി കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഒരു വർധന ഇതുവരെ വന്നില്ല. പക്ഷേ വർധന ആദ്യം വന്ന ഈ സമയം തൊട്ട് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതുവരെ
നമ്മൾ ഏകദേശം 34,000 കോടി കൊടുത്തു കഴിഞ്ഞു. 5 വർഷം കൊണ്ട് പഴയ 18 മാസം ഉൾപ്പെടെ കൊടുത്താണ് 35,000. ഇപ്പം ഇതുവരെ കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 55,000 കോടിക്ക് അടുത്തേക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ റേറ്റിൽ തന്നെ കൊടുക്കണമെങ്കിൽ അത് കൊടുത്തു തീർക്കും എന്ന് തന്നെ ഗവൺമെൻറ് പറഞ്ഞു. പിന്നീട് ഭാവിയിലേക്ക് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് കൊടുത്തു തീർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. 3 മാസത്തെ ഇനിയും കൊടുക്കാനുണ്ട് കുടിശ്ശിക. അതെല്ലാം കൊടുത്തു തീർക്കും. സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും വെട്ടിക്കുറയ്ക്കില്ല, അതെല്ലാം സംരക്ഷിക്കും. കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത് തന്നെ. എപ്പോഴും കൂട്ടുമെന്നോ കുറയ്ക്കുമെന്നോ പറയുന്നില്ല. എന്തായാലും കുറയ്ക്കുമെന്ന് പറഞ്ഞില്ല, കൂട്ടുമെന്ന് പറയാവുന്ന തരത്തിലേക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല. ബഡ്ജറ്റ് വരുന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ കൂട്ടുമെന്ന് പറയുന്നില്ല. ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്നുള്ളത് ഇപ്പോൾ ഉള്ള തന്നെ പഴയ ഈ കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റിന് 3 മാസം ഇനിയുണ്ട്. റൂൾ 300 മുഖ്യമന്ത്രി പറഞ്ഞ ആ കമ്മിറ്റ്മെൻറ്റ് ഉൾപ്പെടെ ഉണ്ട്. അതെല്ലാം കൊടുത്തു തീർക്കും. ഒരൊറ്റ മേഖലയിലും കുടിശ്ശിക ഇടാതെ പോകുന്നുണ്ട്. കഴിഞ്ഞ വാർത്തകൾ പലതും വരുന്നുണ്ട്, അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല എന്ന്. പക്ഷേ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, ഓരോ ദിവസവും വരുന്ന വാർത്തയ്ക്ക് എല്ലാ കാര്യവും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം മാർച്ചിൽ വലിയ പ്രതിസന്ധിയായിരുന്നു. അന്നാണ് കോടതി കേസ് പോയതൊക്കെ ഓർമ്മയുണ്ട്. 13,000 കോടി നമുക്ക് തരാനുള്ള പണം തരത്തില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു. കോടതി കേസ് പോയതുകൊണ്ട് കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ കേസ് കോടതിയും കൂടെ പറഞ്ഞിട്ടാണ് നമുക്ക് അർഹമായത് തന്നെ കിട്ടി. അതായത് ഓൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യം പോലും തരില്ല എന്ന് പറഞ്ഞു. കേസ് ഇപ്പോൾ കിടക്കുന്നുണ്ട്, സമയമെടുക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ. പക്ഷേ ഈ പണം കഴിഞ്ഞ വർഷം അവസാനം അന്ന് വരെയുള്ള മുഴുവൻ SC ST OEC വിദ്യാർത്ഥികളുടെ എല്ലാ കുടിശ്ശികയും കൊടുത്തു കഴിഞ്ഞു. മറ്റ് ധാരാളം ഇപ്പം നെല്ലിൻ്റെ മാത്രം അല്ലെങ്കിൽ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് പഴയ കടം കിടന്നിരുന്നു. കേരള ബാങ്കിൽ 1,400 കോടി രൂപയാണ് കഴിഞ്ഞ മാർച്ചിൽ കൊടുത്തു തീർത്തത്. KTDFCക്ക് 300 കോടിയോളം, 250, എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് പറയാലും 250-അടുത്ത് തുക വർഷങ്ങളായിട്ട് കടന്ന് കൊടുത്തു തീർത്തു. മിക്കവാറും കുടിശ്ശികൾ കൊടുത്തു തീർത്തു. ഇങ്ങനെ എല്ലാം കൊടുത്തു തീർക്കുകയും കോവിഡ് സമയത്ത് വലിയ തോതിലുള്ള ബാധ്യത ഉണ്ടായിരുന്നു ആരോഗ്യരംഗത്ത് കൊടുത്ത മരുന്നുകളുടെ മറ്റും, അത് കൊടുത്തു തീർത്തു. എപ്പോഴും കുറച്ച് പണം ബാക്കി കൊടുക്കാൻ കാണുന്നത് കണക്കും കാര്യമൊക്കെ വരുമ്പോൾ കാണും. എന്നാലും ഇതെല്ലാം കൊടുത്തു തീർത്ത് തന്നെയാണ് ഈ പ്രതിസന്ധിയിൽ വലിയ തോതിൽ വെട്ടിക്കുറച്ചല്ലോ. 50,000 കോടിയോളം വെട്ടിക്കുറച്ചു. ഞാൻ അതിൻ്റെ കണക്കൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. കിഫ്ബിയുടെ മാത്രം പേരിൽ 12,000 കോടി രൂപയാണ് ഒരു വർഷം നമുക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് കാരണം വരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങ് പൊട്ടി തകർന്ന് പോകണമെന്ന് ആലോചിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ആളുകളും ഈ സമീപനം എടുത്തത്. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം പിന്നോക്കമാവട്ടെ. അവരാഗ്രഹിച്ചിരുന്ന അനുസരിച്ച് കാര്യം നടന്നായിരുന്നെങ്കിൽ ശമ്പളം ഉൾപ്പെടെ തടഞ്ഞു പോയതിനെ. അത് വരാതെ നമ്മൾ മുന്നോട്ട് പോയി. കേന്ദ്രം വിഴിഞ്ഞത്തെ നമ്മൾ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു തഴഞ്ഞു. സംസ്ഥാന ബജറ്റിൽ അതിനെ മറികടക്കാൻ നമ്മൾ ധീരമായ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമോ? വിഴിഞ്ഞത്തിന് ഇതുവരെ നമ്മുടെ ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള ഒരു കാര്യത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല. 2030-കളിലാണ് ഇതിൻ്റെ ആദ്യ പൂർണ്ണമാവേണ്ടത്. പക്ഷേ 2028 അത് പൂർണ്ണമാവും. 8,500 കോടിയിലധികമാണ് ആദ്യഘട്ടത്തിന് വേണ്ട ചിലവ്. അതിൽ 2,200 കോടി രൂപ മാത്രമേ കൺസെഷണർ കമ്പനി, അതായത് അദാനി കമ്പനി, 2,000-ന് മേളിലും തുക മാത്രമേ അവരുടേതായിട്ടുള്ളൂ. ബാക്കി അവർ വേറെ ചിലവാക്കുന്നുണ്ട്. അതിനകത്ത് 800 കോടി രൂപയാണ് കേന്ദ്രത്തിൻ്റെ VGF. പക്ഷേ ആ VGFന് ഇപ്പോൾ ചില തടസ്സങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. തുറമുഖത്ത് 300ഓളം കപ്പൽ അടുത്തു. 5,500 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടിനെല്ലാം ഇടയ്ക്ക് ആണ് ചെയ്തത്. കാരണം അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വന്നാൽ മാത്രമേ സാമ്പത്തിക രംഗത്ത് വളർച്ച ഉണ്ടാവൂ, തൊഴിലവസരം ഉണ്ടാവൂ, നാട്ടിൽ മെച്ചം ഉണ്ടാവൂ എന്നുള്ളതുകൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് വിഴിഞ്ഞത്തിന് യാതൊരു കാരണവശാലും ഈ പറഞ്ഞ ശ്വാസം മുട്ടിക്കൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രവർത്തനവും മുന്നോട്ട് പോവില്ല. വിഴിഞ്ഞം സമയബന്ധിതമല്ല, അതിനേക്കാളും മുമ്പിൽ 2028 പൂർത്തീകരിക്കും. ഇപ്പോൾ ഈ വർഷം തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങുമെന്നാണ് അവർ പറയുന്നത്. മുന്നോട്ട് തന്നെ പോകും. നമ്മുടെ മുന്നിൽ മറ്റൊരു വെല്ലുവിളിയാണ് വയനാട് പുനരധിവാസം. എന്തായിരിക്കും ഈ ബജറ്റിൽ അതിലെ ഫോക്കസ്? വയനാട് പുനരധിവാസത്തിനും ഇതേപോലെ തന്നെയാണ്. ഇത് വളരെ വലിയൊരു നാഷണൽ ഡിസാസ്റ്ററാണ്. ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ വളരെ സിവിയറായ ഡിസാസ്റ്ററാണ്. അതിനൊരു നമ്മളാരും ആഗ്രഹിച്ച പോലെ ഒരു സപ്പോർട്ടും കിട്ടിയില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെ അന്ന് വന്ന് കുട്ടികളെ ലാളിക്കുകയൊക്കെ ചെയ്ത പടമൊക്കെ വന്നല്ലോ. അങ്ങനെ വരണമെങ്കിൽ കാരണം അത്ര വലിയ ഡിസാസ്റ്ററായിരുന്നു. പണം വന്നില്ല. പക്ഷേ നമ്മളവിടെ ഈ പറഞ്ഞ ആളുകളുടെ സാധാരണക്കാരെ മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവരെ പരിരക്ഷിക്കാനുള്ള പാക്കേജുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ആ പാക്കേജിൻ്റെ പ്രവർത്തനം തുടങ്ങേണ്ടതാണ്. ഭൂമിയുടെ കാര്യത്തിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, കോടതി കിടക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ 750 കോടിയോളം രൂപ വരുന്ന ഒരു ചിലവുള്ള പദ്ധതിയാണ്. അത് നമ്മൾ മുന്നോട്ട് പോകും, പൂർത്തീകരിക്കും. അതിന് എന്തെങ്കിലും മൂക്കുമുറിച്ച് ശകനം മുടക്കാൻ നിൽക്കുന്നതൊന്നും തടസ്സമാവില്ല. സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യും. അത് കമ്മിറ്റഡ് ആണ് ഗവൺമെൻറ്. ബജറ്റിൽ അതിനുവേണ്ട പദ്ധതികളുണ്ടാവും. ബജറ്റിൽ അതിൻ്റെ പദ്ധതികളുണ്ടാവും. നമ്മൾ ഓൾറെഡി ചില കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാനുള്ള ഒരു സമയമായി എന്ന് സർക്കാർ ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബജറ്റിൽ അതിനൊരു പരിഗണന ഉണ്ടാവുമോ? ശമ്പള കമ്മീഷനൊന്നും സാധാരണ ബജറ്റ് വഴിയല്ല പ്രഖ്യാപിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, സർക്കാർ ജീവനക്കാരോടുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ്റിന് വലിയ മാറ്റം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനകത്ത് പുതിയ അപ്പോയിൻമെൻറ്റ് കാര്യത്തിൽ അപ്പോയിൻമെൻറ്റ് ഇല്ലല്ലോ. ആ കാര്യത്തിൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് കേരളം. ഇങ്ങനെ അപ്പോൾ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ജീവനക്കാരോടുള്ള കമ്മിറ്റ്മെൻറ്റും പബ്ലിക് നമ്മുടെ പൊതുവിലുള്ള ഒരു സിവിൽ സർവീസിനോടുള്ള കമ്മിറ്റ്മെൻറ്റിനും ഒരു കുറവുമില്ല. ഈ പദ്ധതി വിഹിതം അവസാനം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിരുന്നു ഇത്തവണ. അതായിരുന്നു മിനിസ്റ്ററുടെ ഒരു പ്ലാൻ ബി. അന്നൊരു പ്ലാൻ ബി ഉണ്ടാവും, കേന്ദ്രം എത്ര ബുദ്ധിമുട്ടിച്ചാലും എന്ന് പറഞ്ഞിരുന്നു. പ്ലാൻ ബി അത് മാത്രമൊന്നുമല്ല, അത് നിർബന്ധിതമായതാണ്. അതിനകത്തൊരു ചെറിയ ശതമാനമേ കുറയൂ. നമ്മൾ ഇത്രയും വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞാലും ഫലത്തിൽ നമ്മൾ കൂലി, ശമ്പളം, ഏറ്റവും മിനിമം ആനുകൂല്യങ്ങൾ അതൊന്നും കുറയ്ക്കില്ല. ഇൻകം സപ്പോർട്ട് സ്കീം, സ്കോളർഷിപ്പ് ഇതൊന്നും കുറയ്ക്കത്തില്ല പ്ലാനിലൊക്കെ ഉള്ളത്. ആകെ കുറയ്ക്കുന്ന ചില മേഖലകളിലുള്ളത് വളരെ കുറച്ചേ വരും. പക്ഷേ പ്ലാൻ ബിയിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? കേന്ദ്ര ഗവൺമെൻറ് ഈ ചെയ്യുന്ന കാര്യത്തിനെതിരെ ശക്തമായ ജനവികാരം ഉയർത്തി ജനങ്ങളെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളോട് ചെയ്യുന്ന സമീപനം ഇവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ധാരണ ഏറ്റവും സജീവമായി വരുന്ന തരത്തിലേക്ക് കേരളത്തിന് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും മന്ത്രിമാരും MLA-മാരും എല്ലാം പങ്കെടുത്ത വലിയ സമരം, ദേശീയ തലത്തിലെ പാർട്ടികളൊക്കെ പങ്കെടുത്ത സമരം, ദേശീയ തലത്തിൽ തന്നെ ഇവർ ചെയ്യുന്ന സമീപനത്തിനെതിരായിട്ടുള്ള വികാരം വന്നു. പ്ലാൻ ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജനകീയമായി ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർഹമായത് കിട്ടാൻ വേണ്ടി പറയുക. ഇപ്പം നിങ്ങൾ എന്നിട്ട് വഴിയിലെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, കേന്ദ്രം തരാനുള്ളത് തരണം, ഇവർ കാണിക്കുന്ന മര്യാദ അല്ല എന്നില്ലേ? നേരത്തെ അത്രയും ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ജനം നമുക്ക് അർഹമായത് കിട്ടണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ പൊതുവിലുള്ള പ്രവർത്തനത്തിന് ഭാഗമാണ്. ഭരണം എന്ന് പറഞ്ഞാൽ കേവലം ബഡ്ജറ്റും ഫയലൊപ്പിടലും മാത്രമല്ല, മുഴുവൻ ജനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ കുറേയേറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെയും കൂടി വിശ്വാസം അറിയിച്ചുകൊണ്ടല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ആ തരത്തിൽ ഇത് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പദ്ധതി വീതം ചെലവഴിക്കൽ ഇപ്പോഴും 41% പ്ലാൻ സ്പേസിലേക്ക് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വൈകൽ ഉണ്ടായോ നമ്മൾ ഈ പ്ലാൻ സ്പേസിലെ കണക്കുകൾ നോക്കുന്നതിനകത്ത്? ഇത് ശരിക്കും അത് ഈ മാസങ്ങളിലാണ് ഇനി കൂടുതൽ സ്പെൻഡിങ് വരിക. ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വല്ലതും വരുമെന്നല്ലാതെ വലിയ സ്പെൻഡിങ് കുറവ് വരാൻ സാധ്യതയില്ലേ. സാധാരണ നിങ്ങൾ നോക്കിയോ, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സ്പെൻഡിങ്ങിൻ്റെ വക വരിക. എന്നാൽ പ്ലാനിനകത്ത് ചെറിയൊരു കട്ട് വന്നിട്ടില്ല, കുറവ് വന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്ലാനിനകത്ത്. പക്ഷേ പൊതുവിലെ സ്പെൻഡിങ് ഇപ്പോൾ വരും. അങ്ങനെ നാട്ടിലെവിടെയെങ്കിലും പോയാലേ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിയിൽ നിന്നാണല്ലോ വരുന്നത്, പല റോഡും ഡൈവേർട്ട് ചെയ്തേക്കുക. എന്താ കാര്യം? പണി നടക്കും വലിയ തോതിൽ, ചെറിയ തോതിലല്ല, വലിയ തോതിൽ പണി നടക്കുക. കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും നിർമ്മാണ പ്രവർത്തനമാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ അധികമാണ്. വിഴിഞ്ഞത്തോട്ട് പോയി കഴിഞ്ഞാൽ 10,000 കോടിയുടെ തുറമുഖം പണിയാണ്. വിമാനത്താവളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണിയാണ്. എല്ലാ സ്ഥലത്തും റെയിൽവേ പണി നടക്കുക. ഇവിടെ പോയാലും ഈ പണി നടക്കുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ഈ എവിടെയാണ് വെട്ടിക്കുറച്ച്? ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? ബാക്കിയുണ്ടോ? ആശുപത്രി ചില കാര്യങ്ങളിൽ ചില പരിമിതി ഉണ്ടാവും. KSRTC പെൻഷനേ കിട്ടുന്നുണ്ടായിരുന്നില്ല പണ്ട് ഉമ്മൻചാണ്ടിൻ്റെ സമയത്ത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ശമ്പളത്തിന് സപ്പോർട്ട് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ സമയത്ത് ശമ്പളത്തിന് സപ്പോർട്ടാണ്. 2300 കോടി വരെയാണ് ഒരു വർഷം കൊടുക്കുന്നത്, ആകെ 1000 ബഡ്ജറ്റ് വെച്ചിട്ട്. ഇതെല്ലാം നിങ്ങൾ ഇന്നടത്ത് കിട്ടിയില്ല എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ പണം ഉണ്ടെങ്കിൽ അല്ലെ മന ചെയ്താലേ കൊടുക്കാൻ പറ്റും. അതെല്ലാം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു. സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചില്ല എന്ന് മന്ത്രി സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചിട്ടില്ല. മൈനോറിറ്റി മേഖലയിൽ കൊടുത്തിരുന്ന ചില സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെന്റ് നിർത്തി. അതിന് പകരം കഴിഞ്ഞ പ്രാവശ്യം സ്കോളർഷിപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോഴും അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. പ്ലാനിനകത്ത് വെച്ചേക്കുന്ന പണം, സ്കോളർഷിപ്പുകൾ, ഇൻകം സപ്പോർട്ട്, സാധാരണക്കാരുടെ കൂലി, ശമ്പളം ഒക്കെ പല സ്കീമുണ്ട്. ഒന്നും വെട്ടിക്കുറയ്ക്കില്ല. അത് ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉത്തരവ് വന്നത് ഇല്ലില്ല, അത് വെട്ടിക്കുറയ്ക്കത്തില്ല. അതിനകത്ത് പ്ലാനിനകത്ത് പൊതുവിൽ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ ബാധിക്കത്തില്ല എന്നൊരു പ്രത്യേക ഉത്തരവ് വന്നിട്ടുണ്ട്. റൂൾ 300 അനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതിക്കും കുറവില്ല. ഇപ്പം നിങ്ങൾ ബന്ധപ്പെടുന്നതാണ് PRD പോലുള്ള മേഖലയിൽ വെട്ടിക്കുറയ്ക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊന്നും സ്കോളർഷിപ്പ് അല്ല. എന്നാൽ പോലും ഏറ്റവും മിനിമമായ വേണ്ട കാര്യങ്ങളിൽ, ഇപ്പം മരുന്നിൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ? വെട്ടിക്കുറയ്ക്കേണ്ട പ്രശ്നമേ ഇല്ല. ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾക്കുള്ള പണം വെട്ടിക്കുറച്ചിട്ട് ഗവൺമെൻറ്റിന് വേറെ ഡെവലപ്മെൻറ്റ് കാഴ്ചപ്പാടുകളില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം റെക്കോർഡിലുള്ളതല്ലയോ, ആധികാരികമായിട്ടല്ലേ പറയാൻ പറ്റൂ, അല്ലാതെ ഒരു രസത്തിന് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അവസാനമായി കിഫ്ബി ആയിരുന്നു നമ്മളെ കുറേ ബജറ്റുകളുടെ ഹൈലൈറ്റ്. പിന്നീട് കേന്ദ്രം ഇങ്ങനെ അത് കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാക്കിയതോടുകൂടി അതുവഴി പദ്ധതികൾ, വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ കിഫ്ബി വഴി നമ്മൾ ഉണ്ടാക്കിയ റോഡുകൾക്കും മറ്റും ടോൾ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ?
ഇപ്പം തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ തന്നെ ഈ റവന്യൂ ജനറേറ്റിംഗ് പ്രൊജക്റ്റുകളുണ്ട് കിഫ്ബിക്ക്. കിഫ്ബിയുടെ മോഡൽ എന്താ? സ്വന്തമായി 90,000 കോടി രൂപയുടെ പദ്ധതികളാണ് പൊതുവിൽ കിഫ്ബി പറഞ്ഞേക്കുന്നത്. ഒന്നാം സർക്കാർ 50,000 കോടിയിലധികം അന്ന് പറഞ്ഞു, പിന്നെ കുറേ അനൗൺസ് ചെയ്തു 50,000 60,000 കോടി. കിഫ്ബി ആകെ ഇതുവരെ 35,000 കോടിയോളം ചിലവാക്കി കഴിഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് ഇതിൻ്റെ തുടങ്ങി അനൗൺസ്മെൻറ്റ് പലതും വന്നെങ്കിലും ചെയ്തത് കൂടുതൽ ഇപ്പോഴാണ്. സ്വാഭാവികമായിട്ട് പേയ്മെൻറ്റ് ഇപ്പോഴാണ് 10,000 കോടിയിലധികമാണ് അന്ന് ചിലവാക്കിയത്. ഇപ്പം 35,000 ബാക്കി മൊത്തം ഈ സമയത്താണ് ചിലവാക്കിയത്. കിഫ്ബിയുടെ പേരിൽ ഒരു വർഷം നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുന്ന 12,000 കോടി രൂപ അവർ വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത്രയും കുറവ് വരുന്നുണ്ട്. നേരത്തെ അതല്ല. പക്ഷേ ആ ചിലവാക്കുന്ന പണം റവന്യൂ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മൾ റവന്യൂ ഷെയറിംഗ് മോഡലാണ് കിഫ്ബി. എല്ലാം 100% സൗജന്യമായിട്ടല്ല. മുടക്കുന്ന പണത്തിന് കുറച്ച് റിട്ടേൺ കിട്ടണം. പക്ഷേ ഇപ്പോൾ അതിന് നിയമനിർമ്മാണമൊന്നും നടത്തിയിട്ടില്ല. മുടക്കുന്ന പ്രധാന പ്രൊജക്റ്റുകൾക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഇപ്പം മാർക്കറ്റുകൾ, വലിയ IT പാർക്കുകൾ, ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ പ്രധാനപ്പെട്ട പിന്നെ പല പദ്ധതികളും അതിന് ഒന്നിലും പലിശ സഹിതം റിട്ടേൺ അടയ്ക്കേണ്ട പല പദ്ധതികളുണ്ട് അതിന്. അല്ലെങ്കിൽ കിഫ്ബി എന്ന് പറയുന്നത് നിന്നു പോകും. ഈ പറഞ്ഞ അവർ ഇത് തകർത്തു പോകും. ഇത് തകർത്ത് ഇതൊന്നും ഇല്ലാതാവുമല്ല വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്കീമുകളുണ്ടാവും കിഫ്ബിക്ക്. ബാക്കി വരുന്ന വാർത്തകളിലൊന്നും വലിയ അടിസ്ഥാനമില്ല. ഈ നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തായിരിക്കും ഇത്തവണത്തെ ഫോർമുല? ഇത് കഴിഞ്ഞ കാലങ്ങളിൽ മുമ്പ് കൂട്ടാതിരുന്ന പല ഫീസുകളും മറ്റുമൊക്കെ കൂട്ടി കൊണ്ടിരുന്നൊരു ശൈലി സ്വീകരിച്ചിരുന്നു. അല്ല, ഫീസുകളും വർഷങ്ങളായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും കാലോചിതമായി ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതത് വകുപ്പുകൾ നോക്കി പരിശോധിക്കുകയും പരിഹരിക്കുകയും വേണം വർഷങ്ങളായിട്ട്. കാരണം ചില ഫീസ് നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരുമായിട്ടുള്ള ചർച്ച നടത്തിയപ്പോൾ തന്നെ പറഞ്ഞു, ചില ഫീസുകൾ പറഞ്ഞേക്കുന്ന അങ്ങനത്തെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, 2 രൂപ എവിടെ ഇപ്പോൾ കൊടുക്കുന്ന എന്നൊക്കെ പറഞ്ഞ തരത്തിൽ അതൊക്കെ കാലോചിതമായ വകുപ്പുകൾ നോക്കണം. കാരണം ഇത് മാനേജ് ചെയ്യാൻ. പിന്നെ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ജനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന തരത്തിൽ കാര്യങ്ങൾ വേണം. വൻതോതിൽ പിന്നെ ടാക്സ് ഒന്നും കൂട്ടിക്കൊണ്ട് പോകുന്ന തരത്തിലേക്കുള്ള സാധ്യതകൾ കുറവാണ്. വളരെ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എന്നല്ലാതെ വൻതോതിലുള്ള വർധനയ്ക്കുള്ള വകുപ്പുകൾ ഇപ്പോൾ സംസ്ഥാനത്തിനില്ലല്ലോ. ഇപ്പോഴത്തെ വിവാദം ബ്രൂവറിയും അതുപോലെ എഥനോൾ പ്ലാന്റിൻ്റെ വരവും ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ എന്തെങ്കിലും പുതിയ പ്രപ്പോസലുകൾ ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ എഥനോൾ പ്ലാന്റിൻ്റെയും ബ്രൂവറിയും ഒക്കെ വിവാദം ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തെറ്റായ തരത്തിൽ കൊണ്ടുപോകുന്നതിൻ്റെ ശ്രമമാണിത്. സത്യത്തിൽ കേരളത്തിനകത്ത് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റായൊരു കാര്യമല്ലെന്ന് എൻ്റെ അഭിപ്രായം. അതിപ്പോഴല്ല, ഞാൻ ആദ്യത്തെ ബഡ്ജറ്റ് അപ്ഡേറ്റ് ചെയ്ത ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, കേരളത്തിനകത്ത് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സ്പിരിറ്റ് ഉണ്ടാക്കണം. മരച്ചീനിയും മറ്റും. മരച്ചീനി നമ്മൾ പരീക്ഷിക്കാൻ നോക്കി. മരച്ചീനി എന്നുള്ള കോസ്റ്റ് കൂടുതലാണ്. 1 ലിറ്ററിന് 80 രൂപ കൂടുതലാവും. 80 രൂപ കൂടുതലായി കഴിഞ്ഞാൽ അത് എക്കണോമിക്കലാവില്ല. കാരണം മറ്റിടത്തുനിന്ന് മൊളാസസിൽ നിന്നാണ് വരുന്നത്. മൊളാസസിൽ നിന്ന് വരുന്നത് 60 രൂപയ്ക്ക് ഇവിടെ ലാൻഡിങ്, 65 രൂപയ്ക്ക് ലാൻഡിങ് ആണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 5,000 കോടി രൂപയുടെ അല്ലെങ്കിൽ 4,000 കോടി രൂപയുടെ എത്തനോൾ ഒരു സ്ഥലത്തുനിന്ന് വരുന്നു, പുറത്തുനിന്ന് വരുന്നിരിക്കട്ടെ. ഈ എത്തനോൾ ഇവിടെ അതിനേക്കാളും കോമ്പറ്റീറ്റീവായി ഉൽപ്പാദിപ്പിക്കുന്നത്, ഞാൻ ആ വാക്ക് പറയുന്നു. കാരണം അതിനേക്കാളും ലാഭകരമായി ഉൽപ്പാദിപ്പിച്ചാലേ മുതലാവും. ലാഭകരമായി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ സത്യത്തിൽ കൃഷിക്കാർക്ക് അതൊരു വരുമാനമാണ്. പ്രത്യേകിച്ചും അത് പ്രകൃതിയിൽ വളരുന്ന സസ്യജാലങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം പ്രകൃതിയെ വല്ലാതെ അല്ലെങ്കിൽ നാട്ടിലെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ വേണം. അതിന് തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനൊരു കാര്യമേ ചെയ്യണ്ട എന്ന് പറയുന്നതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ അതൊന്നും അല്ല പറയുന്നത്, വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കുടിവെള്ളം ബാധിക്കരുതെന്നുള്ളത് ഞങ്ങളുടെ വ്യവസ്ഥാപിതമായ നയമാണ്. കുടിവെള്ളത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത്ര ഒരു കാര്യം വരില്ല എന്ന് പറഞ്ഞു. അപ്പം മനഃപൂർവ്വമായിട്ട് ഒരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, കാടടച്ച് വീട് വെക്കുകയാണ്. അവസാനം എല്ലാ കാര്യങ്ങളിലും ഇവർ പറഞ്ഞ് ചെന്ന് പറ്റുന്നത് പോലെ ഇത് ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് 4,000 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. റബ്ബർ വഴി കേരളത്തിനാകെ ഒരു വർഷം ഉണ്ടാകുന്ന 10,000-12,000 കോടിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വലിയ കാർഷിക ഉൽപ്പന്നം റബ്ബറാണ്. ഒരു 4,000 കോടി ഇങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ എക്കണോമിക് അഡ്വാൻറ്റേജ് ആണ് പ്രൊവൈഡഡ്. അത് ലാഭകരമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാലേ കൃഷിക്കാരന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അത്തരം പുതിയ പദ്ധതികൾ ഉണ്ടാവും. അത്തരം നേരത്തെ തന്നെ പറയുന്നതിൻ്റെ തുടർച്ചയില്ല ഇതൊക്കെ. ഞാനിത് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. ഒന്നാമത് ഞാൻ കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിന്നെ മുമ്പ് DYFI ഒക്കെ കഴിഞ്ഞ് പാർട്ടി ജില്ലാ സെക്രട്ടറി കഴിഞ്ഞിട്ട് ഈ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞങ്ങൾ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നുള്ളതാണ്. വിലയുള്ള തരത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ വേണം. ഞാൻ അന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞു, നമുക്ക് പഴവർഗ്ഗങ്ങൾ, റംബുട്ടാൻ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങേറ്റത്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇവിടെ നല്ല വെയിൽ കിട്ടാത്തതുകൊണ്ട് അങ്ങേറ്റത്ത് നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ കുറച്ച് കായൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇത്തരം വിളകൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വരുമാനം കിട്ടും. ഇത്തരം കൃഷിയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അത്തരം കൃഷികളിൽ
ഇതെല്ലാം നമ്മൾ ഓപ്പണായി പറയുന്ന കാര്യമാണ്. ഇവിടെ ഈ വിവാദം ഉണ്ടാക്കുക, സാധാരണക്കാരന് വരുമാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം, പ്രകൃതിയെ നശിപ്പിക്കരുത്, നാടിന് കുഴപ്പമുണ്ടാകരുത്. അതിനകത്ത് ഗവൺമെൻറ് സമീപനം അതാണ്, വ്യക്തിപരമായ എൻ്റെ സമീപനം അതാണ്, നമ്മുടെ എല്ലാ സമീപനം അതാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. നാട്ടിൽ എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടാവണം, നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലൊന്നും വരരുത്. ഇതല്ലേ ഒരു പൊതുകാര്യമുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്തെ വികസനത്തിലും തന്നെയായിരിക്കും ഊന്നൽ എന്നാണ് ഇത്തവണയും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വെക്കുന്നത്.